നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിൽ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷമാകുന്നു. ഈ പരാമർശിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാണ് എങ്കിലും 80% വ്യക്തികളിലും ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. എന്നാൽ ഇത്രയും നാൾ കണ്ണുനീരും അതേപോലെ തന്നെ വളരെയധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിരുന്ന വ്യക്തികൾ അത്തരത്തിലുള്ള ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്ന വർഷമാണ് 2024. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പുതുവർഷദിനത്തിൽ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ശനിയുടെ അനുകൂലത ഈ വർഷം മുഴുവൻ തുടരുന്നതിനാൽ സാമ്പത്തികപരമായ ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് എന്ന് തന്നെ പറയാം. തൊഴിൽപരമായ വളർച്ചയ്ക്കും അതേപോലെ സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് ശനിയുടെ ബലം കാരണമാകുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു. ഏപ്രിൽ അവസാനം വരെ വ്യാഴം ജന്മരാശിയിൽ തുടരുകയാൽ മാനസിക ക്ലേശങ്ങളും സാമൂഹികപരമായ അംഗീകാരങ്ങൾ കിട്ടാതിരിക്കലും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എങ്കിലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചും പരമശിവനെ പ്രാർത്ഥിച്ചും മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വ്യത്യാസങ്ങൾ വന്നു ചേരും. എന്നാൽ വിദ്യാഭ്യാസപരമായി നോക്കുകയാണ് എങ്കിൽ അനുകൂലമാണ് സമയം. അതേപോലെ തന്നെ അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുഃഖങ്ങളും വിഷമങ്ങളും അകന്നു പോകുവാൻ സഹായകരമായ നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതേപോലെ തന്നെ നാം പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ലാഭം, തൊഴിൽ മേഖലയിൽ ഉയർച്ച, ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും വന്ന് ചേരാവുന്ന ഒരു വർഷം കൂടിയാണ് 2024 എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ വിഷമങ്ങൾ, ദുരിതങ്ങൾ അകന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ തന്നെ പ്രായേണ ഈ കൊല്ലം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ആദ്യ മാസങ്ങളിൽ വിചാരിച്ചത്ര ആശാവഹമാകണം എന്നില്ല, അത്ര അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല. എന്നാൽ 9ാം ഭാവത്തിലെ രാഹുസ്ഥിതി ഭാഗ്യഭ്രംശം, പിതാവിന് ക്ലേശം, ഉപാസനാഭംഗം എന്നിവ സൃഷ്ടിക്കാം. അതിനാൽ ഈ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അഷ്ടമശനി സ്വക്ഷേത്രസ്ഥനാകയാൽ ദോഷശക്തി കുറയുന്ന അവസരമാണ് വന്നു ചേരുക. 10ലെ വ്യാഴസ്ഥിതിയും അനുകൂലമല്ല എന്ന കാര്യവും ഓർത്തിരിക്കുക. എന്നാൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ 2024 ജൂൺ മാസം മുതൽ വ്യാഴത്തിന്റെ 11ലേക്കുള്ള മാറ്റത്താൽ പല തരത്തിലുള്ള ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. ചിരകാല സ്വപ്നങ്ങൾ പോലും സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. 3ലെ കേതു അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ നേടാൻ പ്രേരണയായി മാറും. ഉന്നതരുടെ വിശ്വാസം ആർജിക്കുവാൻ സാധിക്കും. കച്ചവടത്തിൽ ലാഭം ഇരട്ടിയായി ഉയരുന്നതാകുന്നു. വസ്തുവോ അതേപോലെ തന്നെ വീടോ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് സമ്മർദ്ദങ്ങളെ സഹജമായ പ്രായോഗികതയാൽ നേരിടുവാൻ സാധിക്കും. സഹപ്രവർത്തകരോടൊത്ത് ഔദ്യോഗികമായ യാത്രകൾ നടത്തേണ്ടി വരുന്നതാകുന്നു. ഇത് അനുകൂലമായി ഭവിക്കും. വർഷാരംഭത്തിൽ തന്നെ ശുഭവാർത്തകൾ തേടി വരും എന്ന കാര്യം ഓർക്കുക. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം ശ്രമങ്ങൾ ഫലം കാണും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. തൊഴിൽ രഹിതരാണ് നിങ്ങൾ എങ്കിൽ ചെറിയ വരുമാന മാർഗം തുറക്കപ്പെടുന്ന അവസരമാണ് വന്നു ചേരുക. മകളുടെ വിവാഹം ഭംഗിയായി നടക്കും. അതേപോലെ തന്നെ കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാനും കുടുംബാംഗങ്ങളുമൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ സമൂഹത്തിൽ നിന്നും അംഗീകാരവും പിന്തുണയും തേടിയെത്തുന്ന ഒരു സമയം തന്നെയാകുന്നു. എന്നാൽ വർഷത്തിന്റെ 2ാം പകുതിയിൽ വ്യാഴത്തിന്റെ അനിഷ്ടസ്ഥിതിയാൽ അല്പം പ്രതികൂലത ഉണ്ടാകും എങ്കിലും ബിസിനസ്സിൽ
ഉന്മേഷരാഹിത്യം അനുഭവപ്പെടുന്നതാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം ദുരിതങ്ങൾ ഒഴിയുകയും തീർച്ചയായും ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യും. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാകുന്നു. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് വർഷത്തിന്റെ പകുതി വരെ ഗുണാനുഭവങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്നതാകുന്നു. മകന്റെ പഠനം അല്ലെങ്കിൽ മക്കളുടെ പഠനം ഉന്നതിയിലേക്ക് കടക്കാം. മക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതേപോലെ നിങ്ങളുടെ ശ്രമങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട് അത് വിജയത്തിൽ കലാശിക്കുന്നതാകുന്നു. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം ഉണ്ടാകുന്നതുമാണ്. സഹോദരരുടെ പിന്തുണയാൽ വളരെയധികം ശക്തി നേടുവാൻ സാധിക്കും. തൊഴിലിടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ഈ സമയം തൊഴിലിടത്തിൽ വളരെയധികം ഉയർച്ച നേടുവാനും സാധിക്കും. കൂടാതെ ചില പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനുള്ള അത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ചില ചർച്ചകൾ നടത്തുകയും അത് വിജയത്തിൽ എത്തുകയും ചെയ്യും. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തേക്കുള്ള തൊഴിൽ, പഠനം തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന് തന്നെ പറയാം. ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഫലം ലഭിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ വർഷത്തിന്റെ പകുതി കഴിഞ്ഞതിന് ശേഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ചും പരമശിവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. ചില തടസ്സങ്ങൾ, മനക്ലേശങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം സാമ്പത്തികപരമായ അച്ചടക്കം അനിവാര്യം തന്നെയാകുന്നു. ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും എങ്കിലും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്നതെല്ലാം തന്നെ പൊതുഫലപ്രകാരം മാത്രമാണ്. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.